ഓക്കെടാ. താങ്ക് യുടാ. ആ കൂടുതൽ പുലിയുണ്ട്, കൂടുതൽ പറയുണ്ട്. ഹരിൻ ബ്ലെൻഡർ ഫസ്റ്റ് വീഡിയോ കേറാൻ പോണേ, കാണാൻ പോണേ. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആർപി കയറാം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ബ്ലണ്ടർ അല്ലടാ, ഹർലിൻ ബ്ലെൻഡർ തരുന്നത് വായിക്കും. അവന്റെ പേരാണ് അത്, യൂസർ നെയിം. നോക്കിയത് പേരല്ലേ അവന്റെ ഇട്ടവന്റെ പേര്. അവൻ ഇട്ടവന്റെ പേരില്ലേ? യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. എടുക്കുവാണ് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കണം, ഇങ്ങനെ ഒരു സാധനം മേടിക്കണം. എന്ത് ഐറ്റം അല്ലേ, എന്ത് ലിവറി അല്ലേ ഇത്. പക്ഷെ ഈ ലിവറി ആക്ച്വലി ചെയ്ത് ആരാന്നറിയോ ഗൈസ്? ഈ ലിവറി ചെയ്തത് വാൻ ഹെൽസി എന്ന് പറഞ്ഞിട്ടൊരു ബൈക്കൊക്കെ ചെയ്യണ ഒരു ആളുണ്ട്. പുള്ളിയാണ് ഈ ലിവറി ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയത്തില്ല. ഇതെന്റെ പഴയ ഡ്യൂക്കിന്റെ ഡിസൈൻ ആണ്, മനസ്സിലായോ? പഴയ ഡ്യൂക്കില്ലേ എന്റെ, അതിന് ഷെഹബാബോ എന്താ കൊണ്ടേ, ആ പുള്ളിയാണ് ഇത് ചെയ്തത്. ഡ്യൂക്കിന്റെ ഡിസൈൻ എന്റെ ആദ്യത്തെ അതാണ്. ജി ടി അത് ഇൻസ്പയർഡ് ആയിട്ട് ഈ വണ്ടി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മെയ്ഡ് ഇൻ ബ്ലെൻഡർ, ടൈം ടേക്ക് 5 days. 0. ബ്രോങ്കർക്ക് ഇപ്പൊ ബ്ലെൻഡർ ബോക്സ് ആണ് കേട്ടാ. ബസ്സിന് സുനേ, അതെന്താ അത് വന്നത്? നീ പോടാ അണ്ണ, നീ പോടാ, നീ പോ. ഇന്ന് എല്ലാരും ഇറിറ്റേറ്റ് ചെയ്യുവാ എന്നെ. എനിക്ക് ഞാൻ ലൈവ് നിർത്തുമോ അണ്ണാ? ഇതൊക്കെ നോക്കിക്കേ എങ്ങനെയുണ്ട്. നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ ഹാപ്പിനെസ്. നിനക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നേ? ഹാപ്പിനെസ്. @_dreams കൊള്ളാലേ. നൈസ് റാ. മറ്റേ വന്നേ തലച്ചോറ് പ്രിന്റർ വന്നേ, തലച്ചോറ് പ്രിന്റർ. പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും ഈറക്കണ്ടിൽ കാറ്റിൻ കൈകൾ. ഇവനൊക്കെ എന്തൊരു നിന്നെ ഞാൻ ഇനി എന്ത് അഭിപ്രായം പറയണടാ ഹരികൃഷ്ണ? നിന്നെ എന്തൊരു അഭിപ്രായം പറയാനാ? അതുപോലെ ഞാൻ വേറെ കാര്യം പറയാൻ വേണം. ഇന്നലെ നമ്മുടെ ജോക്കർ ബ്രോയുടെ ഇത് പറഞ്ഞ് നമ്മൾ റിവീൽ ആക്കിയിട്ട്, ജോക്കർ ബ്രോയ്ക്ക് ഇന്നലെ ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ റിക്വസ്റ്റ് ആണ് പല ചാറ്റിലെ പല ആൾക്കാരായിട്ട് തന്നത്. ജോക്കർ ബ്രോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് പുള്ളി ഓടി. ഇത് എവിടെ സൗണ്ട്? ഇടാ ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഹലോ, ബൈ. ജോക്കർ ബ്രോ എന്നിട്ട് പറഞ്ഞ പുള്ളി
ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇതുമായി. ആൻഡ് ഞാൻ ഒരു സത്യാവസ്ഥ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ജോക്കർ ഒരു കൊച്ചി ഇറക്കനാണ്. കൊച്ചി ഇറക്കൻ ഉദ്ദേശിച്ചത് 21-22 വയസ്സെന്തേ ഉള്ളൂ പുള്ളിക്ക്. 21-22 വയസ്സെന്തേ ഉള്ളൂ പുള്ളിക്ക്. ഞാൻ ഇന്നാണ് അതറിയണം. ഞാൻ ഓർത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആളായിരിക്കും എന്ന് വിചാരിച്ച്. പോടാ ഉണ്ടാ മോനെ ചുമ്മാ ഇങ്ങോട്ട് കുണയ്ക്കാൻ വരല്ലേ ഉസ്മാൻ. ഉസ്മാൻ വരുമോ ഇന്ന്? ഉസ്മാൻ ജംഗ്ഷനിലായി, ഉടലെത്താറായിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവന് താഴെ മമ്മി വിളിച്ചിട്ട് ഇപ്പൊ ചായ കൊടുക്കും ഉസ്മാന്. ചായ കുടിച്ചതിന് ശേഷം മേലോട്ട് കയറി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കസാരന്ന് ഞാൻ ഇറങ്ങി കൊടുത്തിട്ട് ഉസ്മാൻ അതാ ഇവിടെ ഇരുത്താം. Nostalgia game, one of the best. വിദ്യാലയങ്ങളിൽ ഒരു നല്ല കാലമത്രയും സാമൂഹിക ശാസ്ത്രം പഠിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചരിത്രങ്ങൾ പലതും അതിന്റെ പരിപൂർണതയിൽ ഒരു തലമുറയ്ക്ക് വ്യക്തമാക്കി തന്ന ഒരു വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു. ലോകമാസകലം 200 മില്യൺ കോപ്പികളിലധികം വിറ്റഴിക്കാൻ കഴിഞ്ഞ ചരിത്രവും സയൻസ് ഫിക്ഷനും ഒരു ഡുവൽ ടൈം ലൈനിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരു മോണുമെന്റൽ സീരീസ്. ഇറ്റലിയും ഈജിപ്തും ഫ്രാൻസും ലണ്ടനുമൊക്കെ വ്യക്തവും കൃത്യവുമായ ഒരു സ്റ്റോറി ലൈനിന്റെ പിൻബലത്തിൽ ഒരുമിച്ച് ഗെയിം ഓഫ് ദി ഇയർ പുരസ്കാരം പല വട്ടമായി വാരിക്കൂട്ടിയ ദ ലെജൻഡറി ഗെയിം അസാസിൻസ് ക്രീഡ്. ഞാൻ ഏതൊക്കെയോ കളിച്ചതാണ്, ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല. ഏതൊക്കെയോ ഓരോന്ന് ഇടക്കിടക്കുള്ള ഏതൊക്കെയോ ഓരോന്ന് കളിച്ചിട്ടുണ്ട്. എന്ത് കിടിലൻ ഗെയിം അല്ലേ. അസാസിൻ ക്രീഡ് ഒക്കെ ഒരു സമയത്ത് എന്ത് രസമായിരുന്നുടാ. എടാ ഇതിന്റെ ഒരു മൊബൈൽ വേരിയന്റ് ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തോ ഒരു പ്ലെയറിൽ കളിക്കാൻ പറ്റുന്ന, അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ അത് കളിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഹരമായിരുന്നു, ഹരം. എടേ ഇതെല്ലാം ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒറിജിനൽ ആൾക്കാരെ ഇൻസ്പയർ ആക്കിയതാണോ? നോക്ക് മാർക്കസ്, ആരൊക്കെ അതേപോലെ നോക്കണേ. നോർത്ത് വേണ്ട അമ്പോ. അത് എനിക്ക് തോന്നുന്നു കുറെ എണ്ണത്തിൽ ഫിക്ഷണലാണ്, കുറെ ക്യാരക്ടേഴ്സ് ഫിക്ഷണലാ. അതായത് അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ എല്ലാവരെയും അങ്ങനെയാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഗെയിമിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ എടുത്തേക്കുന്നതെന്നാണ് തോന്നുന്നത്. ഹരീഷ് നട്സ് എന്താ വലിയ സാമാനം എന്തോ കാണിക്കാൻ പോണോട്ടാ. നീ കണ്ടിട്ട് സൂര്യ
പ്രൊഫഷണൽ സാറാണ്. സത്യം ഇതിനൊക്കെ ഞാൻ എന്താ അഭിപ്രായം പറയാനല്ലേ? വരയ്ക്കാനും പറിക്കാനും അറിയാതെ ഞാൻ എന്ത് പറയാനാ? ഇവനൊക്കെ നീ ദൈവം, വേറെ അതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും പറയാനില്ല. നൈസ് നൈസ്, കൊള്ളാം കൊള്ളാം അല്ലേ, അടിപൊളി അടിപൊളി അടിപൊളി. പ്ലെയർ ഇതൊന്നും ഞാൻ അങ്ങനെ ആരടുത്തും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. അവരവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണ കാര്യങ്ങളാണ്, മനസ്സിലായ? ഇതൊന്നും ഞാൻ പറഞ്ഞ് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല എനിക്ക്, മനസ്സിലായ? എടാ നമ്മുടെ വാച്ചിങ് ബഗ് ഇതെല്ലാം പോയെന്ന് തോന്നട്ടാ. മറ്റേ ഇവന്റ് കഴിഞ്ഞ് കേട്ടാ, നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് നമ്മുടെ RPയുടെ ആൾക്കാർ മാത്രം ആയി ഇപ്പൊ ഇവിടെ, മനസ്സിലായ? നമ്മുടെ ഇവന്റ് കഴിഞ്ഞ് ഇന്നലെ ഉള്ളാരുടെ തോന്നട്ടാ. നമ്മുടെ ഇവന്റ് ഒക്കെ തീർന്ന് ബാക്കി നമ്മുടെ ആൾക്കാരെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പേയ്മെന്റ് GP ആയിരുന്നല്ലേ? RP കയറാ, പിന്നെ നീ പറയുമ്പോ കയറാ. ഞാൻ ഈ വര വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്. അത് മാത്രമേ ഉള്ളൂ ലിറ്ററലി ഇപ്പൊ ഇതിനകത്ത്. അണ്ണ എന്റെ വീഡിയോ കാണലുണ്ടാ? അണ്ണ ഇവന്റെ വീഡിയോ കാണലുണ്ടാ? സീൻസ് ആണ് 1 man ഷോ ആൻഡ് എഡിറ്റ്. ഇതാരാ? ഫണ്ട് വന്നില്ലെങ്കിൽ മിക്കവാറും NBTV ചാനൽ പൂട്ടിയിട്ട് വല്ല മലക്കറി കച്ചവടവും തുടങ്ങേണ്ടി വരും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ആ തവള മൂഞ്ചയെ വിശ്വസിക്കല്ലെന്ന്. ഇപ്പൊ നമ്മള് മൂഞ്ച എത്ര തന്നെ. എത്ര റോളാണ് ഒറ്റയ്ക്ക് വീണല്ലേ? സ്റ്റീഫൻ, what the hell? No, what a smell. ഇന്നലെ പാനിപൂരി കഴിച്ചതാണ്. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലും കഷ്ണത്തിന്റെ രണ്ടറ്റം മുറിഞ്ഞു വളർന്ന രണ്ട് ചെന്നായ്ക്കൾ. കുറച്ചു നാളത്തേക്ക് ആ എല്ലും കഷ്ണം സ്റ്റീഫൻ നിർമ്മള്ളിന്ന് മാത്രം. ഏതെല്ലാം കഷ്ണം? മാപ്പിളം പെണ്ടാട്ടി കൂടെ എന്നെ പെണ്ണേഴ്സി കുടിക്കിട്ട് അഭിനയിക്കണ. ക്യാമറ എഡിറ്റ് എല്ലാം ഒറ്റയ്ക്കാണല്ലേ? ഓ കൊള്ളാടാ, നൈസ്. ഇതൊക്കെ എത്ര എഫേർട്ട് എടുത്ത് ചെയ്യണ കാര്യങ്ങളായിരിക്കും. നമ്മൾ ചിലപ്പോ ഈ 1 minute 57 കാണുന്ന സാധനം പുള്ളി എത്ര എഫേർട്ട് എടുത്ത് ചെയ്തതായിരിക്കും ഒറ്റയ്ക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലേ? നൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോ ഫോർ എ CJ ക്യാരക്ടർ. എന്റെ ആളിയാ അത്. ഇവിടെ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വൈഡായിട്ട് കാണാൻ പറ്റിയില്ലല്ലോടാ. എന്റെ അമ്മ അത് നോക്കി. ഇത് ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഗോഡ്സില്ല ഫാൻസ് അസ്വസ്ഥരാണെന്നോ? നിങ്ങളുടെ ഇഷ്ടം. ഇതെന്താ?
ഇവൻ ഈ താറാവിനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ താറാവുള്ള വീഡിയോ തന്നെ ഇവിടെ കൊണ്ടിട്ടത് എന്റെ കിണി അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടാ. ശശികൊക്ക, ഇത് ശശികൊക്കല്ലേ, ഇത് താറാവാണിത്. ഇത് താറാവാണ്, എന്നെ കളിയാക്കണ താറാവാണിത്. റീൽസിൽ എല്ലാ കുണ്ടകളും എന്നെ മറ്റേ ഈ താറാവിന്റെ ഇമോട്ട് ഇട്ടാണ് കളിയാക്കണത് ഇപ്പൊ. എടാ എനിക്കിതൊന്ന് അയച്ചു തരൂടാ, നീ ഇതൊന്നും ചെയ്യണ്ട, ഞാനിത് ചെയ്തോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഇനി ബാക്കി വീഡിയോ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുവാണേ, ഫുള്ള് ഡ്രോയിങ്സ് ആവണം ഇതിനകത്ത്. POV it's 2048, you are replaced by AI. അമ്മ എന്നോട് ക്ഷമിക്കമ്മ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ നോക്കി. 40 വർഷം ഞാൻ ഈ ചായക്കടയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എനിക്ക് പകരം ആ റോബോട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പൊ ആരും വരാറില്ല. AI-യോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആർക്കും മനുഷ്യനെ ജോലിക്ക് വേണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ പഠിച്ചതൊക്കെ വെറുതെയായി. സംഗീതം പോലും അവർ ബാക്കി വെച്ചില്ല. സത്യമാണല്ലേ, ഒരു വിധത്തിൽ ആലോചിച്ച സത്യമാണോടാ, സത്യമാണ്. ഇതൊരു സാഡ് റിയാലിറ്റി, അതുപോലെ തന്നെ ഒരു സത്യം കൂടെയാണ്. നിങ്ങള് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ അത് പറയത്തില്ലേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് ദ ഫ്യൂച്ചർ എന്ന് പറയൂലേ. സത്യമായിരിക്കും ഇതൊക്കെ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണ AI വെച്ച്. പക്ഷെ ഒരുപാട് കാര്യങ്ങള് ആദ്യം എന്റെ അഭിപ്രായത്തിൽ AI വന്നപ്പം ഏറ്റവും പണി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കാണ്. അവർക്കിപ്പോ എന്തൊക്കെ സാധനങ്ങൾ AI ടൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് അറിയാവോ. ഈവൻ ദോ ഈ വീഡിയോ ഉണ്ടാക്കിയത് പോലും AI വെച്ചിട്ടാണ്, മനസ്സിലായ. 1 crore views. കഴിക്കാത്തെ വിശപ്പില്ല, അതൊന്നും പറഞ്ഞാ പറ്റി. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീൻ ചാറും. ഇങ്ങനെ കള്ളം പറയുന്നവർക്കൊക്കെ 5-6 പെണ്ണുണ്ടായിരിക്കും, മനസ്സിലായ. സത്യത്തിൽ ഫുഡ് പോലും കഴിക്കാതെ മാറിയിരിക്കുന്നതിനെ ആയിരിക്കും സത്യം പറഞ്ഞ തേച്ചിട്ട് പോണത്. ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഇവന്മാർക്കൊക്കെ 4-5 ലൈൻ ഉണ്ടാവും. ഒരു 100% ഉറപ്പാണ്, ഒരു സംശയമില്ല, 100 100 100 അതില്.